ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൃഷി വീഡിയോ തന്നെയായിട്ട് ഇന്ന് നമ്മൾ ഇഞ്ചിയാണ് കൃഷി ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഇഞ്ചിയുടെ വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. മുള വന്ന ഇഞ്ചി നോക്കി ഞാൻ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ നമുക്കത് ഇന്ന് നടാട്ടോ. ഇത്രയും വിത്തുകളായിട്ടുള്ളത് ഇഞ്ചി വിത്ത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണമാക്കി നടാമെന്ന് വിചാരിച്ചു. അതേപോലെ ഒരു 7 ഗ്രോ ബാഗില്ല, ഞാൻ ചാക്കാണ് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കണേ. നമുക്ക് അപ്പോൾ ചാക്കിൽ ഇഞ്ചി കൃഷി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ 2 കഷ്ണമായിട്ട് ഇത് മുറിച്ചെടുത്തു. അതേപോലെ ഇതിങ്ങനെ ഒരെണ്ണം, ഇത് ഒരു കഷ്ണവും കൂടിയും ഇങ്ങനെ മുറിക്കാം. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 ഇതായിട്ട് നമുക്ക് നടാം കേട്ടോ. ഇതൊന്നുകൂടി മുറിച്ചെടുക്കാം. ഓക്കെ, കൃഷി ചെയ്യുന്നതിനായിട്ട് ഞാൻ എടുത്തത് ഒരു ചാക്ക് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചുരുട്ടി ഇങ്ങനെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 5 ചാക്കും അതേപോലെ ഒരു ഗ്രോ ബാഗ് ഈ UV കോട്ടിങ് ഉള്ളത് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാനൊരു ഗ്രോ ബാഗും ഒരു 5 ചാക്കുമാണ് എടുത്തേക്കുന്നത്. ചാക്കിലാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ മണ്ണ് വേണ്ടി വരും കേട്ടോ, ചാക്കായതുകൊണ്ട്. അപ്പോൾ നമുക്ക് മണ്ണ് കുറച്ച് കുറവാണ്, എങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രോ ബാഗ് ആണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ട് ഗ്രോ ബാഗായിരുന്നു, പക്ഷെ അത് എൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല. ഇഞ്ചി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേ മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം ചെയ്യണേ. മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ വേസ്റ്റ് എല്ലാം കൂടി, ഇലകളെല്ലാം കൂടി, കരിയിലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ലോണിൽ വെട്ടിയ പുല്ലാട്ടോ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് എടുത്ത് വെച്ചേക്കാം. ഇഞ്ചി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഗ്രോ ബാഗിൽ നടാനുള്ളതുള്ളൂ കേട്ടോ. ചാക്കിലാണ് നടുന്നത്. അപ്പോൾ നമുക്ക് വേഗം നട്ടു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കുറച്ച് കരിയില ഇടാം. ഈ ഒരു ഗ്രോ ബാഗും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ എല്ലാത്തിലും കുറച്ച് വെച്ചാൽ ചാണകപ്പൊടി ഇടാം കേട്ടോ. മണ്ണിട്ട് കൊടുക്കാം. എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അവസാനമായിട്ട് ഇടുന്നേ.
ബാഗ് 6 നിറച്ച് വെച്ച്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എല്ലുപൊടി വേപ്പിലാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചാക്കൊക്കെ നിറച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് ചാക്കൊക്കെ നിറച്ചു. ഇനി നമുക്ക് ദേ ഇഞ്ചി കഷ്ണം നടാം കേട്ടോ. ഇഞ്ചിയെല്ലാം ഞാൻ മുള വന്ന് നോക്കിയാണ് ഞാൻ എടുത്തുകൊണ്ട് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച ഇഞ്ചി ചിലത് വലിയ കഷ്ണം ഉണ്ടായത് 2 എണ്ണാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ ചാക്കിൽ ഓരോന്ന് വെച്ചിട്ടാണ് നടന്നത്. അതിൻ്റെ മുള മുകളിലേക്ക് അകത്ത വിധത്തിൽ കുറച്ച് മണ്ണ്, ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി മണ്ണ് മാത്രം അതിൻ്റെ മേളിലിട്ട് കൊടുത്താൽ മതി. അതേപോലെ ഞാൻ എല്ലാ ചാക്കിലും ഇതേപോലെ ഇഞ്ചി നടാണ്. ഈ എല്ലാ ചാക്കിലും ഓരോന്ന് വെച്ചിട്ടാട്ടോ നടന്നത്. അതേപോലെ ഒരു ചാക്കിലും അത് 2 കഷ്ണം ഇഞ്ചി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ നട്ടിട്ട് നമുക്ക് കുറച്ചും കൂടിയും കരിയിലൊക്കെ അതിൻ്റെ മീതെ പൊതയിട്ടിട്ട് നമുക്ക് തണലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി കരിയില കൊണ്ട് കുറച്ച് പൊത പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ എന്ത് ജോലി കഴിഞ്ഞാലും ക്ലീനിങ് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാനപ്പോൾ ആ കരിയിലൊക്കെ കിടന്ന് കുറച്ച് കരിയിലൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി അടിച്ചു കൂട്ടി ആ ഗ്രോ ബാഗിൽ തന്നെ കൊണ്ടിടാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം തീർന്നു. അപ്പം ഞാൻ അതും കൂടി അതിൽ കൊണ്ടുവന്നിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5 ചാക്കിലും ഒരു ഗ്രോ ബാഗിലായിട്ട് ഇഞ്ചി നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിതിൽ ചേർത്തത് ഇലകളൊക്കെ പച്ചിലകളൊക്കെ കുറച്ചിട്ടു. അതേ പിന്നെ ചാണകപ്പൊടി ഇട്ടു, പിന്നെ മണ്ണിട്ടു, പിന്നെ ഈ ചകിരിച്ചോറ് അധികം ചേർത്തിട്ടില്ല, എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി നട്ടിട്ട് വെള്ളം ഒഴിച്ച് കരിയിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലും മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. ഇതിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിവളമായിട്ട് ചാണകപ്പൊടിയൊക്കെ നല്ലവണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുള വന്ന ഇഞ്ചി കഷ്ണങ്ങളാണ് നമ്മൾ നട്ടത്. അപ്പോൾ നമുക്കിത് പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.